ഹായ് കൂട്ടുകാരെ, യാത്രകൾ എല്ലാവർക്കും പുതിയ സ്ഥലങ്ങളും അറിവുകളും തരുന്ന ഒരു കാര്യമാണ്. ഇന്ന് ഞാനും അതുപോലെയുള്ള ഒരു യാത്രയിലാണ്. ഈ യാത്ര എങ്ങോട്ടെന്നറിയണ്ടേ? ഇത് മിഷൻ ഹെഡ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. മിഷൻ ഹെഡ് എന്ന് പറയുന്നത് അയർലൻഡിൻ്റെ അവസാനത്തെ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വളരെയധികം ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഒരു സ്ഥലമാണ്. ഇത് യൂറോപ്പിൻ്റെ കപ്പൽ സഞ്ചാരത്തിൻ്റെ പ്രവേശന കവാടവും അതുപോലെ തന്നെ പുറത്തേക്ക് പോകുന്ന കവാടവുമാണ്. ഇന്ന് ഞാൻ കാണുവാൻ പോകുന്നത് ഇതിൻ്റെ രണ്ടറ്റത്തെയും കൂട്ടിയോജിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഇതിൻ്റെ അറ്റത്തെ ഒരു ദ്വീപാണ്. അതിനെ യോജിപ്പിക്കുന്ന വളരെ രസമുള്ള ഒരു പാലവും, പിന്നെ ദ്വീപിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള വ്യൂ പോയിൻറ്റും, സിഗ്നൽ സ്റ്റേഷനും, കാലാവസ്ഥാ കേന്ദ്രവും, പിന്നെ കടലിൽ സ്ഥിതി ചെയ്യുന്ന വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു റോക്ക് ഹൗസിലുള്ള ഒരു ലൈറ്റ് ഹൗസുമാണ്. മിഷൻ ഹെഡിലെ ഈ ഫുട് ബ്രിഡ്ജ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ക്ലോഹിൽ ഐലൻഡിനെയും ക്ലിഫിനെയുമായാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഇത് 1908 തുടങ്ങി 1910 പണി അവസാനിപ്പിച്ച ഒരു പാലമാണ്. ഇതിന് ഏകദേശം 170 അടി നീളവും 150 അടി സമുദ്രനിരപ്പിൻ്റെ മുകളിലുമാണ് പണിതിരിക്കുന്നത്. ഇത് പണിതിട്ട് 100 വർഷത്തിന് ശേഷം ഏകദേശം 2005 ഫെബ്രുവരിയിൽ ഈ പാലകത്തിൻ്റെ കാലഹരണത്തെക്കുറിച്ച് സംശയങ്ങളുണ്ടായത് മൂലം ഇത് അടച്ചിടുകയുണ്ടായി. എന്നാൽ വളരെയധികം ക്യാമ്പയിൻസ് വന്നതോടുകൂടി 2008 ഈ പാലം പുതുക്കി പണിയുവാനുള്ള തുക ഗവൺമെൻറ് കണ്ടെത്തുകയും 2010 ഇത് ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയും ഉണ്ടായി. ഇന്ന് അയർലൻഡിൻ്റെ ഒരു വലിയൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കേന്ദ്രമാക്കുവാൻ ഈ സ്ഥലത്തിന് സാധിക്കുകയും ചെയ്തു. ഇവിടുത്തെ മറ്റൊരു ആകർഷണം എന്ന് പറയുന്നത് കടലിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്. ഈ ലൈറ്റ് ഹൗസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 1899 പണി തുടങ്ങിയിട്ട് 1905 പണി തീർന്ന ഒരു ലൈറ്റ് ഹൗസാണ്. ഇത് കടലിൽ ഒരു പാറയിലാണ് പണിതിരിക്കുന്നത്. നമുക്ക് കരയിൽ നിന്നും നോക്കുമ്പോൾ വളരെയധികം ദൂരമുണ്ട് ഈ ലൈറ്റ് ഹൗസിലോട്ടുള്ള ദൂരം. ഈ ലൈറ്റ് ഹൗസിൻ്റെ ആകർഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ പാറയിൽ സ്ഥിതി ചെയ്യുന്നതിൻ്റെ പാറയിലാണിത് പണിതിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ അതിനകത്ത് എത്തിച്ചേരുവാനായിട്ട് ഹെലികോപ്റ്ററോ അല്ലെങ്കിൽ ഏതെങ്കിലും ബോട്ടോ ഉപയോഗിച്ചാൽ മാത്രമേ എത്തിച്ചേരാൻ സാധിക്കത്തുള്ളൂ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ഈ മ്യൂസിയം. ഈ മ്യൂസിയത്തിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലൈറ്റ് ഹൗസിനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ ഈ ബ്രിഡ്ജിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും, അതുപോലെ കടലിൽ ഉള്ള ജീവികളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും എല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് അറിയുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ മ്യൂസിയത്തിൽ കയറി ഇതിന് എല്ലാവർക്കും എൻട്രൻസ് ഫീസ് ഉണ്ട്. കുട്ടികൾക്കുമുണ്ട്, മുതിർന്നവർക്കുമുണ്ട്. പക്ഷേ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് വളരെയധികം വിലയുള്ള, മൂല്യമുള്ള, അല്ലെങ്കിൽ നമുക്ക് ഈ കാണാൻ വളരെയധികം കാര്യങ്ങൾ നമുക്ക് ഈ യാത്രയിൽ അല്ലെങ്കിൽ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമ്മുടെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഇതൊക്കെ നമ്മൾ ജനിക്കുന്നതിന് മുന്നിൽ പണിതിരിക്കുന്ന പല കെട്ടിടങ്ങളും പല സ്ഥലങ്ങളും നമുക്ക് അറിയാനും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും സാധിക്കുന്ന പല വിവരണങ്ങളും ഈ മ്യൂസിയത്തിനുള്ളിലുണ്ട്. അതുപോലെ നമുക്ക് ഏറ്റവും ആകർഷകമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു കപ്പലിൻ്റെ
ഒരു ചെറിയൊരു ഡെമോൺസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ കപ്പലിലിരുന്ന് യാത്ര ചെയ്യുന്ന പോലെ അതിൻ്റെ ഫ്രണ്ടിലിരുന്ന് ഡോക്യാർഡിൽ നിന്ന് യാത്ര ചെയ്യുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. കടൽ നമുക്ക് മുന്നിൽ കടൽ കാണാം. അതുപോലെ നമ്മളിങ്ങനെ കപ്പലിൽ പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ വളരെയധികം ആകർഷണമായ പല കാര്യങ്ങളുമുള്ള ഒരു നല്ലൊരു സ്ഥലം, ഒരു ദിവസത്തെ നമ്മളുടെ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല പ്ലേസുമാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും വരിക, കാണുക, എൻജോയ് ചെയ്യുക. ബൈ ബൈ, സി യു.